ഇതൊന്നും ചെയ്യാതെ ചാനൽ എങ്ങനെ ഉയരും? നമ്മൾ യൂട്യൂബ് ചാനലിൻ്റെ അടിത്തറ ശരിയാക്കിയാലോ? ഹൗ ടു ഗ്രോ യൂട്യൂബ് ചാനൽ ഇൻ 2024 മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാനൽ സെറ്റിങ്സ്. അപ്പോൾ കൂട്ടുകാർ ഒരുപാട് പേര് ഈ ബേസിക് ചാനലിനെ സെറ്റിങ്സിനെ കുറിച്ചിട്ട് ധാരാളം സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അതിനെക്കുറിച്ചിട്ടായിരിക്കും ഞാൻ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുടെ ചാനലിലെ ചില ഇമ്പോർട്ടൻറ്റ് സെറ്റിങ്സിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒരു YT ചാനൽ തുടങ്ങി കഴിഞ്ഞാലും വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴും ഒരുപാട് സെറ്റിങ്സ് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് സെറ്റിങ്സ് ഉണ്ടായിരിക്കും. പിന്നെ വീഡിയോയിൽ പറയുന്നത് ഇന്നത്തെ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചാനൽ വ്യൂസും വാച്ച് അവേഴ്സും ഒക്കെ വരുന്നതിന് നമ്മൾ ഇതൊക്കെ ശ്രദ്ധിച്ച് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിങ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്, അവർ പറയാറുണ്ട് അവരുടെ ചാനൽ വന്നിട്ട് സെർച്ചിലൊന്നും വരുന്നില്ല, അവരുടെ വീഡിയോസ് നമ്മൾ സെർച്ച് ചെയ്താലായിട്ട് കിട്ടുന്നില്ല, വ്യൂസ് കുറവാണ്, വാച്ച് അവർ കുറവാണ്, സബ് കുറവാണ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമ്മളുടെ ചാനൽ വ്യൂസും വാച്ച് അവേഴ്സും ഒക്കെ വേണമെങ്കിൽ ബേസിക്കായിട്ട് 2 കാര്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ആദ്യം തന്നെ പറയാം. നമ്മളുടെ കണ്ടൻറ്റ് നല്ല ഓഡിയോ ക്വാളിറ്റി, വോളിയം ഇതൊക്കെ ഉണ്ടായിരിക്കണം. അതുപോലെ വീഡിയോ ക്വാളിറ്റി ഒരുവിധം നല്ല ക്ലിയർ ആയിട്ടുള്ള വീഡിയോ ക്വാളിറ്റി, ഈ 2 കാര്യങ്ങളും നമ്മൾ ഓക്കെ ചെയ്തെങ്കിൽ പിന്നെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പിന്നെ ശരിയായ രീതിയിൽ സെറ്റിങ്സും കൂടി ചെയ്ത് കഴിഞ്ഞാൽ 100% നിങ്ങളുടെ ചാനൽ ക്ലിക്കാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അതിനിടയ്ക്ക് ഒന്ന് പറഞ്ഞോട്ടെ, ഞാൻ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് ഒരു പുതിയ ചാനലാണ്. തുടങ്ങിയിട്ട് ഇപ്പോൾ 1 മാസം ജസ്റ്റ് ആകുന്നതേ ഉള്ളൂ. എനിക്ക് മെയിൻ ചാനൽ വേറെ 2 ചാനലുണ്ട്. അതിനെക്കുറിച്ച് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഇത് ഞാൻ തീർച്ചയായിട്ടും ഒരു ഓർഗാനിക് രീതിയിൽ കൂടെ തന്നെ അതിൻ്റേതായിട്ടുള്ള വേഗത്തിൽ പതുക്കെ ആയാലും ശരി മുമ്പോട്ട് പോകാനായിട്ട് ഉദ്ദേശിച്ച് തുടങ്ങിയ ചാനലാണ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാനും അനുസരിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതൊക്കെ ഫോളോ ചെയ്തിട്ട് ഇതെങ്ങനെ ഗ്രോ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ചാനൽ ഞാൻ ഇതിനു വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ ഇനി എന്തൊക്കെ സെറ്റിങ്സാണ് ചെയ്യേണ്ടത് എന്ന്, ബേസിക്കായിട്ട് എന്താണ് ഉള്ളതെന്നും നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരുപാട് യൂട്യൂബേഴ്സ് ഫ്രണ്ട്സൊക്കെ ഉണ്ടാകും. അപ്പോൾ അവരുമായിട്ടും നമ്മളുടെ ഈ വീഡിയോസൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ ലൈക്കാണ് എനിക്ക് സപ്പോർട്ടും. ഇനി നമ്മൾ വീഡിയോയിലേക്ക് പോകാം. ആദ്യം ചാനൽ തുടങ്ങിയാൽ എല്ലാവരും കൊടുക്കുന്നതാണ് പ്രൊഫൈൽ പിക്ചർ. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, ഒന്നുകിൽ നമ്മളുടെ ചാനലിൻ്റെ ലോഗോ കൊടുക്കും, ഇല്ലെങ്കിൽ നമ്മളുടെ ഫേസ് കാണിച്ചിട്ടുള്ള പിക്ചറായിരിക്കും കൊടുക്കുന്നത്. പിന്നെ വേറെ എന്തെങ്കിലും സീനറിയോ എന്തെങ്കിലും അങ്ങനെയൊക്കെ ആയിരിക്കും മിക്ക യൂട്യൂബേഴ്സും കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേറൊരു ഓപ്ഷനുണ്ട്. അതായത് നമ്മൾ ഒരു കവർ പിക്ചർ നമ്മളുടെ ചാനലിൽ ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ യൂട്യൂബേഴ്സ് എല്ലാം പ്രൊഫൈൽ പിക്ചർ കറക്റ്റായിട്ട് ആഡ് ചെയ്യാറുണ്ടെങ്കിൽ കവർ പിക്ചർ ആഡ് ചെയ്യില്ല. അപ്പോൾ ഈ കവർ പിക്ചർ എന്ന് പറയുന്നത് നിങ്ങളുടെ ചാനലിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റിങ്സ് ആണ്. അതുപോലെ തീർച്ചയായും കവർ പിക്ചർ ആഡ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ സൈസ് വന്നിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ യൂട്യൂബിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് ഏത് രീതിയിലായിരിക്കും അപ്ലോഡ് ചെയ്യേണ്ടത്. അതിൻ്റെ കറക്റ്റ് സൈസ് നിങ്ങൾ കൊടുത്താൽ നിങ്ങളുടെ അത് യൂട്യൂബ് തന്നെ സജസ്റ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾക്ക് ആ സൈസ് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളുടെ ചാനൽ മറ്റൊരാൾ നോക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ കവർ പിക്ചർ ഉണ്ടെങ്കിൽ അത് വളരെ മനോഹരമായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനായിട്ട് ആദ്യം YT സ്റ്റുഡിയോ ക്രോം ബ്രൗസറിൽ നമ്മൾ പോയിട്ട് ഓപ്പൺ ചെയ്യണം. നിങ്ങൾക്ക് ലെഫ്റ്റിൽ കാണാൻ പറ്റും, ലെഫ്റ്റ് എൻഡിൽ മുകളിൽ നിന്ന് താഴെ വരെ കുറേ ഓപ്ഷൻസ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നതിൽ കസ്റ്റമൈസേഷൻ, ഞാനിതിൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിൽ നോക്കുക. അത് ക്ലിക്ക് ചെയ്ത് വരുന്ന പേജിൽ ലെഫ്റ്റിൽ കാണുന്ന കസ്റ്റമൈസേഷൻ ക്ലിക്ക് ചെയ്തിട്ട് വരുന്ന പേജിൽ ബ്രാൻഡിങ്ങിൽ പോയി ക്ലിക്ക് ചെയ്യുക. പിന്നെ രണ്ടാമത് കാണുന്ന ബാനർ ഇമേജ് കൊടുക്കുക. പിന്നെ താഴെ വന്നിട്ട് അപ്ലോഡ് എന്ന ഓപ്ഷൻ കാണാം. കറക്റ്റ് സൈസ് തിരഞ്ഞെടുത്താൽ മാത്രമേ അത് വർക്കാവുള്ളൂ. നമ്മുടെ ഗാലറിയിൽ പോയിട്ട് നമ്മൾക്ക് ഇഷ്ടമുള്ള എന്താണോ നിങ്ങൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾ അങ്ങനെ ചെയ്തിട്ട് പബ്ലിഷ് ചെയ്യാനായിട്ട് കൊടുക്കുക. പിന്നെ അടുത്തത് വന്നിട്ട് സെറ്റിങ്സിലോട്ട് പോവുക. സെറ്റിങ്സിലോട്ട് പോയതിന് ശേഷം ചാനൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ബേസിക് ഇൻഫർമേഷനിൽ പോയിട്ട് ഒരുപാട് കൺട്രീസിൻ്റെ പേരൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അതിൽ പോയിട്ട് നമ്മളുടെ കൺട്രി എന്താണോ, ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്നാണെങ്കിൽ അതിൻ്റെ ഡ്രോപ്പ് ഡൗൺ ഓപ്ഷനിൽ നിന്നും ഇന്ത്യ സെലക്ട് ചെയ്യുക.
പിന്നെ അതിന് താഴെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ കാണാം, അതായത് ചാനൽ കീവേഡ്സ് എന്ന ഓപ്ഷൻ. അപ്പം നമ്മുടെ ചാനലിനെ ഏതിനെക്കുറിച്ച് വീഡിയോസാണോ ഇടാൻ ഉദ്ദേശിക്കുന്നത് അതുമായിട്ട് സംബന്ധപ്പെട്ട എല്ലാ കീവേഡ്സും കൊടുക്കുക. ഇപ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ വന്നിട്ട് യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള ടിപ്സാണ് കൊടുക്കുന്നതെങ്കിൽ എൻ്റെ ചാനലിൻ്റെ പേര് നമുക്ക് അതിൽ കൊടുക്കാം. കീവേഡ്സിൽ ടെക്കി ലേഡി 969 കൊടുക്കാം, പിന്നെ യൂട്യൂബ് ടിപ്സ് എന്ന് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കാര്യം ഒരിക്കലും നിങ്ങൾ ബ്ലാങ്ക് ആക്കി ഇടാൻ പാടില്ല. പിന്നീട് വന്നിട്ട് അഡ്വാൻസ് സെറ്റിങ്സിൽ പോകുക. 90% ചാനലിലും ഈ മെയ്ഡ് ഫോർ കിഡ്സ് എന്ന ഓപ്ഷനിൽ തന്നെയായിരിക്കും ഇത് കിടക്കുന്നത്. ഇത് കിഡ്സിന് വേണ്ടിയിട്ടുള്ള ചാനലിന് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 3 ഓപ്ഷൻ അതിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ വന്നിട്ട് നോൺ മെയ്ഡ് ഫോർ കിഡ്സ് എന്ന ഓപ്ഷനിൽ കൊടുത്തിട്ട് അത് സേവ് ചെയ്യുക. ഇനി അടുത്ത ഇമ്പോർട്ടൻറ്റ് സെറ്റിങ്സ് ആണ്. സെറ്റിങ്സിൽ പോയിട്ട് അപ്ലോഡ് ഡീഫോൾട്ട്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനിലോട്ട് പോവുക. പിന്നെ ചാനലിന് താഴെ വരുന്ന ഓപ്ഷൻ ടൈറ്റിൽ ഇവിടെ കൊടുത്ത് വയ്ക്കരുത്. എല്ലാ രീതിയിലും, അതായത് നമ്മൾ ഒരേ കാര്യം തന്നെ എല്ലാ സ്ഥലത്തും ടൈറ്റിലും കൊടുത്താൽ ചിലപ്പോൾ ഈ റെപ്പറ്റേറ്റീവ് കോണ്ടൻറ്റ് വന്നിട്ട് ചാനൽ മോണിറ്റൈസേഷൻ തന്നെ നഷ്ടപ്പെടാം. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുമ്പോഴേക്കും നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ എല്ലാ വീഡിയോസിലും സാധാരണ കോമൺ ആയിട്ട് വരുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, അത് വേണം നമ്മൾ ഡീഫോൾട്ടായിട്ട് കൊടുക്കേണ്ടത്. അതായത് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സ്, പിന്നെ സോഷ്യൽ മീഡിയ, ഈ ഫേസ്ബുക്കിൻ്റെ ലിങ്ക്, ട്വിറ്ററിൻ്റെ ലിങ്ക്, പിന്നെ അതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന മൈക്ക്, ക്യാമറ, ഇതെല്ലാം എല്ലാ വീഡിയോസിലും നമ്മൾ ഒരുപോലെയല്ലേ കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾക്കിവിടെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ വിസിബിലിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് എപ്പോഴും നമ്മൾ അൺലിസ്റ്റഡ് ആയിട്ട് വേണം കൊടുക്കുക. ഇപ്പോൾ അൺലിസ്റ്റഡ് ആയിട്ട് നമ്മൾ കൊടുത്തു വെച്ചാൽ നമ്മളിപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് അതെല്ലാം ചെക്ക് ചെയ്ത് ശരിയാണോ എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം പബ്ലിക് ആക്കിയിട്ട് മാറ്റിയാലും മതി. പിന്നെ അതിന് താഴെ ടാഗ് എന്ന ഓപ്ഷൻ കാണാം. അപ്പോൾ നിങ്ങളുടെ ചാനലിൻ്റെ കണ്ടന്റിനെ ആസ്പദമാക്കിയിട്ട് ചില ടാഗുകൾ കൊടുക്കാം. ഒരേ രീതിയിലുള്ള ടാഗുകൾ ഒരുപാട് വീഡിയോസിന് കൊടുക്കരുത്. ഇപ്പോൾ ചാനൽ നെയിം പോലെ കോമൺ ആയിട്ടുള്ള 1-2 ടാഗ് മാത്രം കൊടുക്കുക. മാത്രമല്ല ഇപ്പോൾ വന്നിട്ട് യൂട്യൂബിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നിട്ട് ഒരുപാട് മുന്നേറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ കണ്ടന്റ് വെച്ചും മറ്റുള്ള കാര്യങ്ങൾ വെച്ചിട്ടും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തന്നെ നമ്മുടെ വീഡിയോസൊക്കെ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ചിലവരൊക്കെ സ്പെല്ലിംഗ് മിസ്റ്റേക്സും അങ്ങനെയൊക്കെ വരുത്തി കഴിഞ്ഞാൽ ഈ ടാഗ്സ് ഉണ്ടെങ്കിൽ അത് പ്രയോജനപ്രദമായിരിക്കും. അതിനാണ് നമ്മൾ ടാഗ്സ് കൊടുക്കുന്നത്. ഇതൊക്കെ നമ്മൾ ചെയ്തിട്ട് സേവ് ഓപ്ഷൻ കൊടുക്കുക. പിന്നെ നമ്മൾ കസ്റ്റമൈസേഷൻ ക്ലിക്ക് ചെയ്ത് അതിൽ ബ്രാൻഡിങ്ങിൽ പോകുമ്പോൾ മൂന്നാമതൊരു ഓപ്ഷൻ ഉണ്ട്. അത് താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴേക്കും വാട്ടർ മാർക്ക് എന്നൊന്ന് കാണാം. ഇപ്പോൾ നമ്മൾക്ക് ചാനലിൻ്റെ എംബ്ലമോ പിന്നെ എവിടെയെങ്കിലും ഗൂഗിളിലൊക്കെ പോയിട്ട് ഒരു സബ്സ്ക്രൈബ് ലോഗോ എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് അതിന് പല ഓപ്ഷൻസും ഉണ്ട്. വീഡിയോയുടെ തുടക്കത്തിൽ കൊടുക്കാം, മൊത്തം കൊടുക്കാം, അവസാനം കൊടുക്കാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്ത് ഓപ്ഷൻ വേണമോ അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുക. പിന്നീടുള്ളൊരു ഓപ്ഷനാണ് നിങ്ങളുടെ പഴയ വീഡിയോസ് വന്നിട്ട് നമ്മുടെ എൻഡ് സ്ക്രീൻ വഴി നമുക്ക് പ്രൊമോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എൻഡ് സ്ക്രീൻ വഴി പഴയ വീഡിയോസ് വന്നിട്ട് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾക്ക് ഏത് വീഡിയോസാണോ സെലക്ട് ചെയ്യേണ്ടത് നമ്മൾ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സ്റ്റുഡിയോയിൽ അത് എൻഡ് സ്ക്രീൻ എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അതിൽ പോയിട്ട് ക്ലിക്ക് ചെയ്തിട്ട് അതിലിങ്ങനെ ഓപ്ഷൻസ് വരും. അപ്പോൾ നമ്മളെപ്പോഴും പഴയ വീഡിയോസിൽ നിന്നും നമ്മൾക്ക് ഏറ്റവും കൊടുക്കാനായിട്ട് ഇല്ല ഏറ്റവും നന്നായിട്ട് പോയ ഒരു വീഡിയോ ഇല്ലെങ്കിൽ നമ്മൾക്ക് ഏത് വീഡിയോ ആണോ ഇഷ്ടം അതിന് നമുക്ക് അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. എൻഡ് സ്ക്രീനായിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ കാണുന്ന വീഡിയോസ് ഓടി തീർന്നതിന് ശേഷം നമ്മൾ എൻഡ് സ്ക്രീനിൽ കൊടുക്കുന്ന വീഡിയോസ് ഓട്ടോമാറ്റിക്കലി അത് ക്ലിക്കായാൽ ഒരു വ്യൂവറിന് അങ്ങോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട്സ് ഞാൻ അതത് സ്ഥലങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ട് ക്രോമിൽ തുറന്ന് നോക്കിയാലായിട്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതിന് നിങ്ങൾ കീവേഡ്സ് ഒക്കെ ഇടുമ്പോഴേക്കും നമ്മുടെ ചാനലുമായിട്ടോ വീഡിയോയുമായിട്ടോ ബന്ധപ്പെട്ട കീവേഡ്സ് മാത്രം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാതെ ഈ വേറെ വലിയ യൂട്യൂബേഴ്സോ വല്ലവരുടെയൊക്കെ വീഡിയോസിലൊക്കെ പോയിട്ട് ഇതുമായിട്ട് ഒരു സംബന്ധവും ഇല്ലാത്ത ടാഗ്സും ഇത് കീവേഡ്സും ഒന്നും കൊടുത്താൽ പിന്നെ നമ്മൾക്ക് പണിയായിട്ട് മാറും. അപ്പോൾ ഇതൊക്കെ നല്ലവണ്ണം ശ്രദ്ധിച്ചിട്ട് ആ ചാനലിൻ്റെ ബേസിക് സെറ്റിങ്സ് ഒക്കെ ആദ്യം നിങ്ങൾ ഒരുക്കിയെടുക്കുക. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഓരോ തവണ ഇങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് പെട്ടെന്ന് പോകാനായിട്ട് പറ്റും. സെറ്റിങ്സ് ഒക്കെ പിന്നെ നമ്മുടെ സ്റ്റുഡിയോയിൽ പോയാൽ ഡോളറായിട്ട് വേണമെങ്കിൽ ഡോളർ സെറ്റ് ചെയ്യാം, പിന്നെ ഇന്ത്യൻ റുപ്പീസ്, അതൊക്കെ അവരവരുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ബേസിക് സെറ്റിങ്സിനെ പറ്റി വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോസിനെ കുറിച്ച് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം പ്രധാനമായിട്ടും ഇത് പുതിയ യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടാണ് ഈ വീഡിയോസ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോസ് മുഴുവനും കാണുക, എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറേ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ ഫ്രണ്ട്സുമായിട്ടൊക്കെ എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്യുന്നുണ്ടെന്ന്. അത് കേൾക്കുമ്പോഴും നിങ്ങളുടെ വളരെ നല്ല അഭിപ്രായങ്ങൾ ഞാൻ അതിന് വളരെയധികം വില കൊടുക്കുന്നു. അപ്പോൾ ഇനിയും നിങ്ങൾ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെയുള്ള
ഉപയോഗപ്രദമായിട്ടുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് നിങ്ങൾക്ക് ഞാൻ എപ്പോഴും എന്നും രാവിലെ 9 മണിക്ക് നിങ്ങളെ കാണാനായിട്ട് വരും. അതുപോലെ തന്നെ വൈകുന്നേരം ഒരു 6 മണിക്ക് ശേഷം ഒരു ഹാഫ് ആൻ അവറിൻ്റെ ലൈവ് മിക്ക ദിവസങ്ങളിലും കാണും. അപ്പോൾ താല്പര്യമുള്ള സബ്സ്ക്രൈബേഴ്സ് ലൈവിലോട്ട് വരിക. അത് കഴിഞ്ഞ് ഇനി പുതിയ വീഡിയോസുമായിട്ട് നിങ്ങളെ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.